ഇത് കണ്ടില്ലേ, ഞാൻ സാരി സെഷനിലേക്ക് പോയതിന് പകരം വീട്ടാൻ വേണ്ടി കുട്ടികളുടെ സെഷനിലേക്ക് കയറിയിട്ടുണ്ട്. അവളുടെ സ്ഥിരം കലാപരിപാടി, അവളെ കട്ടി കുഞ്ഞു മക്കളുടെ ഡ്രസ്സാണ് അവൾ എടുത്ത് പിടിച്ചേക്കുന്നത്. ഞാൻ ഈ ഡ്രസ്സ് കാണിച്ചപ്പം ആൾക്ക് ഇഷ്ടപ്പെട്ടു, പക്ഷെ ഇട്ട് കാണിച്ചപ്പം ആൾക്ക് അങ്ങോട്ട് അത്ര ബോധിച്ചിട്ടില്ല. റീസൺ പറയുന്നത് എന്താന്ന് വെച്ചാൽ കറങ്ങുമ്പോൾ അത് അങ്ങോട്ട് നല്ല രീതിയിൽ കറങ്ങുന്നില്ല എന്നതാണ്. പിന്നെ അത് ഞാൻ അവിടെ തിരിച്ചു വെച്ചിട്ടുണ്ട്. എന്തിനാ വെറുതെ വീട്ടിൽ കൊണ്ടുവന്ന് വെറുതെ വെക്കുന്നത്. അത് കഴിഞ്ഞിട്ട് അല്ലിക്കുട്ടൻ്റെ യൂണിഫോം സെഷനിലേക്കാണ് പോയത്. അതിൻ്റെ ഇടയിൽ കൂടെ 2 എണ്ണം കൂടെ ടോയ് സെഷനിലേക്ക് പോയിട്ടുണ്ട്. അവിടെ നിന്ന് ഞാൻ പിടിച്ച് വലിച്ച് കൊണ്ടുവന്ന് യൂണിഫോം വെച്ച് നോക്കിയപ്പോൾ എനിക്ക് ക്ലോത്ത് അങ്ങോട്ട് അത്ര രസിച്ചില്ല. അങ്ങനെ ഞാനത് തിരിച്ചു വെച്ചു. പിന്നീട് വേറെ ഷോപ്പിൽ കയറാമെന്ന് വെച്ചു. അത് കഴിഞ്ഞൊരു ബുക്ക് സെൻറ്ററിൽ പോയി ആൾക്ക് വീട്ടിലിരുന്ന് ചെയ്യാൻ വേണ്ടി മാത്സിൻ്റെ ഒരു ബുക്ക് വാങ്ങിയിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് നമ്മുടെ മെയിൻ കലാപരിപാടി ഫുഡ് അടി സെഷനിലേക്കാണ് പോയത്. വെജിറ്റേറിയൻ ഹോട്ടലിലാണ് കയറിയത്. ഏകുട്ടിയും ഞാനും ഊണാണ് കഴിച്ചിട്ടുണ്ടായിരുന്നത്. എൻ്റെ ഊണിൽ നിന്നാണ് അവർക്കും ഷെയർ ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നത്. പായസമൊക്കെ ഉണ്ടായതുകൊണ്ട് എൻ്റെ പായസം 2 എണ്ണം അടിച്ചു മാറ്റിയിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മൾ അവിടം വരെ പോയതല്ലേ, നമ്മളെ പത്മനാഭനെ ദൂരെ നിന്ന് കണ്ട് ഒരു ഹായ് ബൈ ഒക്കെ പറഞ്ഞു.